നമ്മുടെ ആധാർ കാർഡ് സ്പാർക്കുമായി ലിങ്ക് ചെയ്ത് ആധാർ OTP ബേസ്ഡ് ലോഗിനിലേക്ക് മാറേണ്ടതാണ്. ഇതിനായി 10-12-2022 മുതൽ 15-2-2023 വരെയാണ് സ്പാർക്കിൽ അവസരം ഉള്ളത്. 15-2-2023 ഇത് ക്ലോസ് ചെയ്യുന്നതാണ്. ധനകാര്യ വകുപ്പിൻ്റെ 16-11-2022 97/22 നമ്പർ സർക്കുലറിലാണ് ഇത് പറയുന്നത്. എല്ലാ ജീവനക്കാരും അവരുടെ ആധാർ വിവരം സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇത് ഒരു സ്ക്രോൾ മെസ്സേജായി സ്പാർക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആധാർ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ സ്പാർക്കിൽ ലോഗിൻ ചെയ്ത് ഇതിൽ സർവീസ് മാറ്റേഴ്സ് എന്ന ടാബിൽ നിന്നും പേഴ്സണൽ ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന പേജിൽ രണ്ടാമത്തെ ഭാഗത്തു കാണുന്ന പേഴ്സണൽ സർവീസ് ഡീറ്റെയിൽസ് എന്നതിലാണ് ആധാർ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ താഴേക്ക് വരുമ്പോൾ നെയിം ഇൻ ആധാർ എന്ന ഈ ഭാഗത്ത് നമ്മുടെ പേര് ശരിയായി എൻ്റർ ചെയ്യണം. അതിനുശേഷം വലതുഭാഗത്തായി കാണുന്ന ആധാർ നമ്പർ എന്ന ഇവിടെ ആധാർ നമ്പർ ശരിയായി എൻ്റർ ചെയ്യുക. ഇനി ഈ ആധാർ നമ്പർ വെരിഫൈ ചെയ്യണം. ഈ വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരും. അതിനുശേഷം കൺഫേം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ആധാർ വിവരം സേവ് ചെയ്യണം. കൺഫേം ചെയ്തില്ലെങ്കിൽ ആധാർ നമ്പർ സേവ് ആകുകയില്ല. 2023 ഫെബ്രുവരി 15 ഇത് ചെയ്തിരിക്കണം. ടൈം ലിമിറ്റ് ഉള്ളതിനാൽ ഇത് കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ. പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുന്ന വീഡിയോയും ലീഗൽ പ്രിസം എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.